വല്ലതും ഉണ്ടോ വക്കീലെ? വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടി ഭവന നിർമ്മാണ വായ്പ കൊടുക്കാൻ പോണുണ്ട്. എന്നാ അതിൽ ഒരെണ്ണവും സംഘടിപ്പിച്ചാ എന്റെ വക്കീലെ. താൻ IRDPയുടെ ലോൺ നേരെ ചൊവ്വേ ആദ്യം അടയ്ക്ക്. ഇപ്പൊ ഗ്രാമസഭൻ എന്നെ കാണുമ്പോ തെറി പറയുവാ. തന്നെ തെറി പറയുന്നത് എന്തിനാ? താനാണോ ലോൺ കൊടുത്തത്? താൻ അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തന്നല്ലേ ഉള്ളൂ, അതിന്റെ വക കിട്ടിയും കാണും. നീ ആരെയാ എടോ താൻ എന്നൊക്കെ വിളിക്കുന്നത്? ഒന്നുകിൽ വക്കീലേന്ന് വിളിക്കുക, അല്ലെങ്കിൽ രാമൻകുട്ടി ഏട്ടാ എന്ന് വിളിക്കുക. ഗുരുത്തം വേണം. വക്കീലിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് നിന്നാ വക്കീലാവോ? ഇളിക്കാതെ വെറുതെ അല്ല ഈ നാട്ടിൽ മാത്രം പുലി ഇറങ്ങണം. എവന്റെ ഒക്കെ തല കണ്ടു തുടങ്ങി. പിന്നെ വക്കീലെ, കാശ് ഇത്തിരി ആയിട്ടുണ്ട്. തരും. ബ്ലോക്കിൽ കക്കൂസിന് അപേക്ഷ കൊടുത്ത വകയിലെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് കിട്ടിയില്ലല്ലോ. ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കക്കൂസ് കിട്ടാത്തോണ്ട് താൻ ഇതുവരെ തൂറാറില്ലായിരുന്നു. ഒരു ആപ്ലിക്കേഷന് ഒപ്പിട്ട് തന്നോണ്ട് മാത്രം കാര്യമായില്ല. അനുവദിച്ച് കിട്ടണേ ഇത്തിരി ചില്ലറൂടെ ചെലവാക്കണം. എന്റെ പോക്കറ്റിലെ കാശ് ചെലവാക്കിയാ ഞാൻ 4 പ്രാവശ്യം ബ്ലോക്ക് ഓഫീസിന്റെ തിണ്ണ നിരങ്ങി മുടിഞ്ഞ കക്കൂസ്. ഇയാൾക്ക് നിയമം പഠിക്കാൻ വകയുണ്ടായിരുന്നേ വലിയ വക്കീലാകുമായിരുന്നു. എന്തൊക്കെയാ വിശേഷങ്ങള്? കാണുമ്പോഴേക്ക് ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അച്ഛൻ അറിഞ്ഞൂടെ ഇവിടുത്തെ വിശേഷങ്ങള്? വെറുതെ സ്ഥലകാല വക്കീലേ, നാട്ടുകാർക്ക് മുഴുവൻ ബ്ലോക്കിൽ നിന്ന് കക്കൂസ് വാങ്ങിച്ചു കൊടുക്കുന്ന താനാ. ഒരെണ്ണം സ്വന്തം വീട്ടിലും വാങ്ങിച്ചു കുഴിച്ചു വെച്ചുകൂടെ? വാങ്ങി വെച്ചിട്ടുണ്ട് അച്ഛോ, എന്നാൽ ഇത്ര തൃപ്തി കിട്ടുന്നില്ല. ശീലിച്ചു പോയതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പുലി ഇറങ്ങിയപ്പോ മണിയപ്പനെ പിടിച്ച ഇതുപോലൊരു പൊന്തക്കാട്ടിന്നാ. നമ്മളെ പിടിക്കാനുള്ള പുലിയൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അച്ഛോ. അതല്ല, പുലിക്ക് നമ്മളെ തന്നെ വേണമെന്നാ പൂതിയെങ്കിൽ പിടിക്കട്ടച്ചോ. അപ്പ വൈദ്യരോട് പ്രത്യേകിച്ച് വല്ലതും പറയണോ? ചാകാനുള്ള മരുന്നുണ്ടെങ്കിൽ തരാൻ പറ. ഇങ്ങനെ കിടത്തി നരകിപ്പിക്കാതെ. അപ്പനൊന്നും മിണ്ടാതിരിക്കാവോ? നാക്കെടുത്തായി വർത്താനേ പറയത്തുള്ളൂ. നടുതാഴ്ന്ന പട്ടിയെ പോലെ ഇങ്ങനെ കിടക്കുന്നതിന് കുടുംബത്തിനും ഭാരം, ഭൂമിക്കും ഭാരം. ചേച്ചിക്ക് വല്ലതും വാങ്ങണോ? ഒന്നും വേണ്ട, നീ ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങ് വന്നാ മതി. തോമസേ, അറിയാലോ, ആ ഇടത്തെ മൂര് പ്രാന്തനാ. വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോ സൂക്ഷിക്കണം. എന്നെ വണ്ടിയും തള്ളിയിട്ട് നടുതളർത്തിയ അസത്ത. എന്റെ അടുത്ത് ഇവൻ നല്ല കുട്ടിയാ. എന്നിട്ട് ആ മരുന്ന് നെറ്റി പുരട്ടിയ മറ്റാർക്കും നമ്മളെ കാണാൻ പറ്റില്ല. നമുക്കെല്ലാരും കാണുകയും ചെയ്യാം. അങ്ങനെ ഒരു മരുന്നുണ്ടോ അപ്പൂപ്പ? ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ? തോമസ് കുട്ടി പറഞ്ഞതാ. ആ മരുന്നുണ്ടാക്കണ വിധമൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം അവൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ വലിയ പ്രയാസാ, കൊറേ കഷ്ടപ്പെടണം. എന്നിട്ട് അവനാ മരുന്നുണ്ടാക്കാൻ പോവാ? മരുന്ന് നെറ്റിയിൽ പെരട്ടി ഫിലിപ്പോസ് മുതലാളിയുടെ വീട്ടിൽ കടന്ന് പണ്ടം സ്വർണം ഒക്കെ വാരിക്കൊണ്ട് പോരുന്ന അവൻ പറഞ്ഞത്. എന്നിട്ട് അന്നക്കുട്ടി ചേച്ചിനെ കെട്ടിച്ചയക്കണം. പിന്നെ പിന്നെ എനിക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് കട്ടുകൊണ്ടെന്ന് മുതലോ? അല്ല, മരുന്ന്. എന്നിട്ട് നിനക്കും കക്കാൻ പോവാനാ? ഏയ്, എനിക്ക് വേറൊരു കാര്യത്തിനാ. ഇനി ആ നശിച്ച പുലി വരുമ്പോ മായയായിട്ട് ചെന്ന് കൊല്ലണം. എന്റെ അമ്മയെ കൊന്നു തിന്ന അതിനെ ജീവനോടെ തീരിട്ട് ചുടണം. ഉരുപ്പടി വല്ലതും കൊണ്ടുപോകാനുണ്ടോ ചന്തയ്ക്ക്? ഉണ്ട്. ഇത്തിരി കാശ് കൂട്ടിത്തരാൻ പറഞ്ഞോ മാപ്പിളോട്, കേട്ടോ? മോളെ കെട്ടിയെടുത്ത് കൊടുക്ക. താനെന്തോ മയക്കുമരുന്ന് ഉണ്ടാക്കാൻ പോണെന്ന് കേട്ടു. അതും വന്ന് പറഞ്ഞോ? ചിരിച്ചെന്താ, നുണ പറഞ്ഞതാ? എന്റെ പൊന്ന് ഭാഗ്യലക്ഷ്മി, നീ ഈ കാര്യം നാട് നീളെ പാട്ടും പാടി നടക്കുന്നത് എന്തിനാ? രഹസ്യമാക്കി വെച്ചില്ലെങ്കിൽ മരുന്ന് ഫലിക്കില്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. നീ ഇങ്ങനെ ഒരു പോത്ത്. മോര് വീർപ്പിക്കണ്ട, ഇനി ആരോടും പറയാതിരുന്നാ മതി. മയിലെണ്ണ വിൽക്കാൻ വരുന്നൊരു കാക്കാലിനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഒരു കേടുമില്ലാത്ത ആൺമയിലിന്റെ ചങ്കുകൊണ്ടായി മരുന്നുണ്ടാക്കുക. അതും പെണ്ണുങ്ങൾ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാതെ 30 ദിവസം തപസ് ചെയ്തിട്ട് വേണം മയിലിനെ പിടിക്കാൻ തന്നെ. മരുന്നുണ്ടാക്കി തന്ന നമ്മൾ തമ്മിലൊരു വാക്കുണ്ട്, അത് തെറ്റിക്കോ? അവസാനം നമ്മളീ കയ്യിൽ കുത്തുന്നത് വെറുതെ ആവോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ക്ഷീണിച്ചല്ലോ, വണ്ടിയിലേക്ക് കയറ്. പോണ വഴി പള്ളി പഠിക്കൽ ഇറങ്ങാം. വേണ്ട, നാട് കാണാൻ നല്ല നടക്കണേ, വ്യായാമത്തിനാ. അച്ഛോ, വേറെ ജാതിപ്പെട്ടൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പള്ളി കെട്ടിക്കോ? അത് ശരി, അപ്പൊ അത്രത്തോളം ആയി. നിന്റെ അപ്പനെയാണെന്ന് കാണട്ടെ. എനിക്കല്ല,
ഞാൻ വെറുതെ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, മനസ്സിലായി. വണ്ടിപ്പണി മതിയാക്കി കൊല്ലപ്പണിക്ക് പോകണോ തോമസ് കുട്ടി നീ? ആ മയക്കുമരുന്ന് ഉണ്ടാക്കി തന്നാ ഈ ഓനെ കെട്ടുവോ? കെട്ടും. എന്റെ റബ്ബേ, അന്റെ മുത്തച്ഛനെ നാട്ടുകാരൊക്കെ അത് സമ്മതിക്കുവോ? ഞാൻ വാക്ക് കൊടുത്തതാ. ഓന് ഇത്ര പെരുത്തിഷ്ട? ആ നശിച്ച ജന്തുവിനെ കൊല്ലാൻ എന്നെ സഹായിക്കണത് ആരായാലും എനിക്കിഷ്ട. അങ്ങനെയാണെങ്കിൽ അതിനെ കൊല്ലണത് ചട്ടമ്പി കുഞ്ഞച്ചനാണെങ്കിലോ? ആ അസത്ത് ഞാൻ സമ്മതിക്കും. പ്രാന്ത പെണ്ണിന്റെ തലയ്ക്ക്. നിനക്കറിയില്ല, എന്റെ അമ്മയെ കടിച്ചു കൊടയണത് ഞാൻ കണ്ടതാ. പഴന്തുണി പോലെ എന്റെ അമ്മയെ വലിച്ചു കൊണ്ടുപോണതും ഞാൻ കണ്ടതാ. പിറ്റേന്ന് മാറ്റി പൊളിച്ച്. നീ അതൊന്നും ഓർക്കണ്ട, കരയില്ലേ? ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞേക്ക്. സലീനെ, എന്താപ്പാ? കണ്ട ചട്ടമ്പികളൊക്കെ അകത്തേറ്റി അതോട് ഇരുത്തുന്നേ. ആന്റിയുടെ കൂടെ വന്നതായാള്. ഞാൻ പറഞ്ഞു. ഇവനിത് എന്തോ വിചാരിച്ചാ? അവനൊന്ന് കയറി ഇരുന്നെന്ന് വിചാരിച്ചെന്താ? ആൻഡു, എനിക്ക് ഈ നാട്ടിൽ നിലയം വിലയുണ്ട്. ഇന്നലെ വരെ ഇവനൊന്നും ഈ പടി കടന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് രണ്ടാളുകൾ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബല. നക്കാപ്പിച്ച വല്ലതും കൊടുത്താ പറയുന്ന എന്തും ചെയ്യും. ആൻഡു ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം, 10-25 വർഷം ഈ മണ്ണ്. അങ്ങനെയുള്ള ആളെ കൂടെ വെച്ചോണ്ട് നടക്കുമ്പോ ആളുകൾ എന്താ പറയാ? അങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതല്ല, നിങ്ങൾക്കൊക്കെ അത് മോശമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പണക്കാരനല്ലെങ്കിലും 3 നേരം കഞ്ഞി കുടിക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ട്. എന്ത് പറഞ്ഞാലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ അപ്പൻ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും. അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത്. ഈ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. എനിക്കറിഞ്ഞൂടെ എന്റെ ആന്റോനെ? നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി. വേഗം വാ, വേഗം വാ. തീർന്നു പോയി കഴിച്ചു പോവും, തീർന്നു പോയി കഴിച്ചു പോവും. മക്കളെ പോയി, മക്കളെ പോയി, മക്കളെ പോയി. ഉണ്ടാകുന്ന കുത്തിരിക്കുന്നവിടെ എന്താണ് മാർക്ക്? ഞെക്കി പൈപ്പിക്ക എനിക്കെത്തിരിക്കാൻ മാണ്ടി. ഓടി. ആ പിള്ളേച്ചൻ ഭാഗ്യമുള്ളവനാണ്. എറിഞ്ഞു വാട്ടാതെ എന്റെ കുഞ്ഞിൻ ചേട്ടാ. വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ? കഷായം തിളപ്പിച്ചിട്ടുണ്ട്, വേഗം വന്നത് കുടിക്കും. പോയിക്കോളി മക്കളെ. ബാപ്പ എന്താ കുഞ്ഞിപ്പിള്ളക്കാ, നീ തീർന്നു ഇത്ര പെട്ടെന്ന്? മുഴുവൻ തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അമ്മനെ ഏൽപ്പിച്ച്. എടോ, എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്ത് ഒരു കടിച്ചെറിയും വേദനയും. ഇന്ന് 4 പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോവുകയും ചെയ്തു. ബാലം വൈദ്യരുടെ അരിഷ്ടം 3 നേരം കുടിക്ക്, തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് തൂറിൽ നിർത്തണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. എന്താണ് വെള്ളമില്ലാത്തൊക്കെ പാട്? ഉരുണ്ട് കൂട്ടണ. എവിടെ? ആരാ കണ്ടത്? കണ്ട് നമ്മളാണ്. മുതലക്കളവിലെടുത്ത് മരത്തിലങ്ങനെ കുത്തിരിക്കുന്നത്. അച്ഛാ അവിടേക്ക് അവിടേക്ക് അവിടേക്ക്. ഇതാ ഏകദേശം ഇത്ര ദൂരത്ത് ഇതാ ഇങ്ങനെ നിൽക്കണ്. അതാണ്. പുലി തന്നെയാണോ അല്ല വല്ല പട്ടി പൂച്ചയോ? ഈ എന്തോ ഒലക്കാമത് വർത്താനാണോ പറയുന്നത്? പുലിയാണോ നല്ല 1-ാം പുള്ളിപ്പില്? പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മൾ മണിയപ്പിനെ പിടിച്ചില്ലേ, അതേ സാധനം. മണി അടിക്കട്ടെ, വേഗം ആട്ടെ. അടിക്കട്ടെ അച്ഛന്നോ? പോയ അടിയടോ.
പാത്തുക്കുട്ടി പള്ളിമണിയല്ലേ കേക്കണേ? അതെ. എന്റെ ഗുരുവായൂരപ്പാ, പുലി വീണ്ടും ഇറങ്ങിയെന്നാ തോന്നണേ. ഗോവിന്ദ, പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ പൊക്കോളീൻ, പുലി ഇറങ്ങി. വൈദ്യരെ, നേരെ ഇരുട്ട് തന്നെ പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നസ്രാണികൾ ആരാണ്ട് ചത്തമണിയാ? ചപ്പമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരിദൂഷണം പറഞ്ഞിരുന്നോ? പുലിയുടെ വിശപ്പും മാറും, നാട്ടുകാരുടെ ഒരു ശാപവും തീരും. വൈദ്യുതി വേഗം പീടിയടച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുറെ ഇറച്ചിയുണ്ടല്ലോ, പുലി തിന്നട്ടെ. ആ രാമകുട്ടി ഉണ്ടല്ലോ, വക്കീലെ, മഹാഭാരയാ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ. വീട്ടിൽ പോകാൻ നോക്ക്, തമ്മി കണ്ട നാളെ സംസാരിക്കാം. ആഹാ, അങ്ങനെയാണ്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ, ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ്, അതെ, ഇവിടെ വീണ്ടും പുലി ഇറങ്ങി. പുലി പുലി, അതെ. എന്താ മോശം, ഒരു ഫോണുള്ളത് വെറുതെയാ. ഇതിലും പേര് നേരിട്ടെന്ന് പറയുന്നതാ. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? അപ്പന് വേറെ പണിയില്ലേ? ഈ രാത്രി 10-25 കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ 2 പോലീസുകാരെ അയച്ചു തരും. അവർ വന്നിട്ട് തന്നെ ചെയ്യാനാ? അവർക്ക് കൂട്ടിരിക്കാൻ 10 പേര് വേറെ വേണം. സൂക്ഷിച്ചു പോണേ. ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും. കഥ അടച്ചോളൂ. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. മോളെ, ആ ചെക്കർ ഇതുവരെ വന്നില്ലല്ലോടി. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് എപ്പോഴും പറയാറുള്ളതാ. എവിടെ പോയി തിരക്കും എന്റെ കർത്താവേ? ആ, വിവരം അറിഞ്ഞപ്പോ അവൻ വല്ല വീട്ടിലും കയറിയിരിക്കുന്നുണ്ടാവും. കുഞ്ഞക്ക, എന്താ മോളെ? തോമസ് ഊട്ടി ഇതുവരെ വന്നില്ല. ആ ചെക്കൻ ഇത് എവിടെ പോയി കിടക്കുന്നു? ചരക്കും കൊണ്ട് ടൗണിൽ പോയതാ. അവൻ വരും, വിവരമില്ലാത്തവനൊന്നും അല്ലല്ലോ. മോള് ബേജാറാവണ്ട, ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുകൊണ്ടുവന്നോളാം. മോളിങ്ങനെ ഒറ്റയ്ക്കൂടെ പുറത്തിറങ്ങി നിൽക്കല്ലേ, പെരന്റെ ഔത്ത് കുത്തിരിക്കും. ആ കള്ളഹിമാർ എവിടെയാണ് ഒളിച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. എവിടെ അപ്പം പുറത്തല്ലയോ കിടക്കുന്നേ? അത് പിന്നെ വയസ്സായില്ലേ. ശരിയാ, ഈ എല്ലും തൊലി ഏത് പുലിക്കാ വേണ്ടേ? പുലിക്ക് മടിയത് പുള്ളച്ചന്റെ മകളുടെ ആളെ ഇറച്ചിയാ. പുലി ഇറങ്ങിയപ്പോഴാ ഒരു തമാശ. വായി നോക്കിക്കാ വരുന്നുണ്ടോ? പുള്ളാച്ചൻ എവിടെ? ഇറച്ചി കൂടുതലുണ്ട് കണ്ടപ്പോ പുള്ളാച്ച മുങ്ങി. ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പുലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല. എനിക്ക് തോന്നണ നമ്മളെ കുഞ്ഞബ്ദുള്ളാക്കാന്റെ ഡൂപ്പാന്നാ. കിഴക്കാട് പോടാ ഇവിടുന്ന്. ആര് കാര്യത്തിന് ആരും കള്ളത്തരം പറയോ? ദീനത്തിനാണ് പറച്ചവനാണ് സത്യം നമ്മൾ ഈ കണ്ണോട് വേണ്ടതാ. എന്നിട്ട് എവിടെ? ആ എവരെ വെറുതെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. പുലിയെ പിടിച്ച് നിന്റെ സമക്ഷം ഹാജരാക്കി തരാൻ പറ്റുമോ? ഇത് നല്ല വകുപ്പ്. നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിൽ തല്ലണ്ട. പുലിയാ, അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല. വാ, നമുക്കൊന്നോടെ തരാം. തെരയണോര് തെരഞ്ഞു, ഞാനില്ല. ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ.